ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വചനഭാഗത്ത് ഈശോ ആഗ്രഹിക്കുന്ന ഒരുമയിലേക്ക് വളരുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മുടെ കൈ മുറിയുമ്പോൾ കണ്ണ് നിറയുന്നു, കണ്ണ് നിറയുമ്പോൾ കൈ അത് തുടച്ചു മാറ്റുന്നു. നമ്മുടെ ശരീരത്തിൽ പരസ്പരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് അവയവങ്ങളാണ് കണ്ണുകൾ. പക്ഷേ ഒരു കണ്ണ് ചിമ്മുമ്പോൾ മറുകണ്ണും ഒപ്പം ചിമ്മുന്നു. ഒരു കണ്ണ് നിറയുമ്പോൾ മറുകണ്ണ് നിറയാതിരിക്കുന്നില്ല. ഈ ഒരു ഒരുമയിലേക്ക് വളരുവാനാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഒരുമയില്ലാത്ത സമൂഹവും സംരംഭവും സംഘടനകളും എല്ലാം പിളരുകയും തകരുകയും ചെയ്യും. ക്രിസ്ത്യാനികൾക്കിടയിലെ ഭിന്നത സഭയെ ദുർബലപ്പെടുത്തുകയും ശത്രുവിനെ ആക്രമിക്കുവാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പരസ്പരം പോരാടുമ്പോൾ യഥാർത്ഥ ശത്രുവിനോട് പോരാടാൻ ഉപയോഗിക്കേണ്ട ഊർജം നാം പാഴാക്കുന്നു എന്നുള്ളതാണ്. വിമർശിക്കാനും വിഭജിക്കാനും എളുപ്പമാണ്, എന്നാൽ ഒന്നിച്ചു നിൽക്കാൻ ധൈര്യവും വിനയവും നമുക്ക് ആവശ്യമാണ്. വെള്ളപ്പൊക്ക സമയത്തും കൊറോണ കാലത്തും ഉരുൾപൊട്ടലിന്റെ അവസരത്തിലുമൊക്കെ മനുഷ്യരുടെ ഇടയിൽ അസാധാരണമായ ഒരു ഒരുമ നാം കണ്ടു എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിയുമ്പോഴേക്കും മനുഷ്യൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. പരസ്പരം ഭിന്നത ആരംഭിക്കുന്നു. ഉദാഹരണത്തിന് 2018 കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ചേർന്ന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. മഴ മാറി വെള്ളം താണപ്പോൾ തൊട്ടടുത്ത ആഴ്ച കേരളത്തിൽ ഒരു സമരമുണ്ടായി. ആ സമരത്തിൽ പങ്കെടുത്തവർ പോലീസിനെതിരെ കല്ലെറിയുവാൻ തുടങ്ങി. ഉടനെ ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, കല്ലെറിയും മുമ്പ് ആ പോലീസുകാരുടെ മുഖമൊന്ന് തിരയണേ. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്കത്തിൽ നിന്ന് കോരിയെടുത്ത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ച പോലീസുകാരും ആ കൂട്ടത്തിലുണ്ടാവും. ഈശോ ആഹ്വാനം ചെയ്യുന്ന ഒരുമ അത് കേവലം ആപത്ത് കാലത്തും മഹാമാരിയുടെ സമയത്തും മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാ കാലത്തും മനുഷ്യൻ മാനവികതയെ മുറുകെ പിടിക്കണം, ഒരുമയിൽ ജീവിക്കണമെന്നാണ്. നമ്മുടെ കൂട്ടായ്മകൾ വെറും ആൾക്കൂട്ടങ്ങളായി മാറുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. ആൾക്കൂട്ടവും കൂട്ടായ്മകളും. സഭകൾ തമ്മിൽ, രൂപതകൾ തമ്മിൽ, ഫൊറോനകൾ തമ്മിൽ, ഇടവകൾ തമ്മിൽ, ഓരോ ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ തമ്മിലൊക്കെ വല്ലാത്തൊരു ഭിന്നതയും മത്സരബുദ്ധിയൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒരുമിച്ച് നിൽക്കുക എന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നമ്മുടെ ഭിന്നിപ്പാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നതും. ഒന്നിച്ചു നിൽക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടാക്കാം എന്നാണ് സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ പോലും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിലെ എല്ലാ ഭിന്നതകളും വിദ്വേഷങ്ങളും മറന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഒരുമയിൽ, സാഹോദര്യത്തിൽ, മാനവികതയിൽ നമുക്ക് ജീവിക്കാം. നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.